നമസ്കാരം. VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ തൃത്താല സ്വദേശികളായ 2 പേർ മരിച്ചു. ഒരാളെ കാണാതായി. തൃത്താല തച്ചറത്തൊടിയിൽ യൂസഫ്, ഞാങ്ങാട്ടിരി മാളിയേക്കൽ ഷംല എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട യൂസഫിന്റെ മാതാവ് റംലയ്ക്കായി ഒമാൻ സിവിൽ ഡിഫൻസ് തെരച്ചിൽ തുടരുകയാണ്. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി 9 അംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന നിസാൻ പട്രോൾ വാഹനം മിന്നൽ പ്രളയത്തിൽപ്പെടുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വേലൂർ പുലിയന്നൂരിൽ നിന്നും 60,000 രൂപ വില വരുന്ന 418 കിലോഗ്രാം കൊപ്ര മോഷ്ടിച്ച 2 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലൂർ സ്വദേശികളായ തലപ്പുള്ളി വീട്ടിൽ സജിത്, കക്കാട് വീട്ടിൽ സനീഷ് എന്നിവരാണ് പിടിയിലായത്. കൂടെയുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു. പുലിയന്നൂർ പറമ്പിൽ രവീന്ദ്രന്റെ കൊപ്ര ഷെഡിൽ നിന്നും കഴിഞ്ഞ ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി 8 ചാക്ക് കൊപ്രയാണ് ഇവർ കടത്തിയത്. ചേലക്കര 6 അംഗ സംഘം നടത്തിയ ആക്രമണത്തിൽ ചെറുതുരുത്തി സ്വദേശികളായ അബ്ദുൽ താഹിറിനും ബന്ധുക്കൾക്കും പരിക്കേറ്റു. കാളയോട്ട മത്സരവുമായി ബന്ധപ്പെട്ട മുൻ വൈരാഗ്യത്തെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടോടെ ആണിയടിച്ച മുളവടികൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ പ്രതികളായ അൻഷാദ്, മുബീൻ ഉൾപ്പെടെ 6 പേർക്കെതിരെ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ചെലവിട്ട് സ്ഥാപിച്ച വാട്ടർ ATMകൾ പ്രവർത്തനരഹിതമായതോടെ വേനൽക്കാലത്ത് ജനങ്ങൾ കുടിവെള്ളത്തിനായി വലയുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം തികയും മുൻപേ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് സമീപത്തെയും കൊച്ചിൻ പാലത്തിന് സമീപത്തെയും വാട്ടർ ATMകളുടെ മോട്ടോർ തകരാറിലായ നിലയിലാണ്. നാണയം നിക്ഷേപിച്ചാലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണെന്നും അശുദ്ധമായ വെള്ളം കുടിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും പരാതിപ്പെട്ട നാട്ടുകാർ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്.